വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. എൻ്റെ പേര് സിനാൻ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമൊക്കെ യൂസ് ചെയ്യുന്ന ഒരാൾ. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമൊക്കെ യൂസ് ചെയ്യുമ്പോൾ പലരുടെയും ഫോട്ടോസൊക്കെ കാണാനുണ്ട്. അങ്ങനെ പലരുടെയും ഫോട്ടോസിലൊക്കെ നമ്മൾ കാണുന്ന ഒരു പ്രത്യേകിച്ചുള്ളൊരു ഫോട്ടോ ആണ്. അതായത് എല്ലാ സെലിബ്രിറ്റികളായാലും ആരുടെ ആയാലും അവരുടെ ഫോട്ടോസിൽ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഫോട്ടോ ആണ് ഡുവൽ ടോൺ എഫക്റ്റ് വരുന്ന ഓരോ ഇമേജസും. അപ്പോൾ ഡുവൽ ടോൺ എഫക്റ്റ് വരുന്ന ഇമേജസ് എന്താണെന്ന് വെച്ചാൽ അറിയില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞത് അതാണ്. ഇപ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ഫോട്ടോസാണ് ഡുവൽ ടോൺ ഇമേജസ്. അപ്പോൾ നമ്മൾ ഈ നോർമൽ ഫോട്ടോ എങ്ങനെയാണ് ഇതുപോലെ ആക്കിയെടുക്കുക എന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വേറെ പറഞ്ഞ് വൈകിപ്പിക്കില്ല, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ വീഡിയോയിട്ട് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലിങ്ങളൊന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ദെൻ വി കൻ ഗോ ടു അവർ വർക്ക് വിത്തൗട്ട് വേസ്റ്റിംഗ് എനി മോർ ടൈം. ലെറ്റ്സ് സ്റ്റാർട്ട് നൗ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ എഡിറ്റിങ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചൂസ് ചെയ്തുള്ള ഇമേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോവിനോ ഇച്ചായൻ്റെ ഒരു ഫോട്ടോ ആണ്. അപ്പോൾ ഈ ഒരു ഫോട്ടോ നമുക്കിനി പിക്സാർട്ടിൽ ഇപ്പോൾ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ താഴെ ഒരുപാട് ടൂൾസ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ ഒരു ടൂൾസിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ട ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫക്റ്റ് എന്നൊരു ടൂളാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു എഫക്റ്റ് എന്ന ടൂൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ എഫക്ട്സ് എന്നൊരു ടൂളുണ്ട്. അപ്പോൾ ആ ഒരു ടൂൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് പോലെ സൈഡിലേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ കഴിയും. അപ്പോൾ അതിലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലൈറ്റിലൊരു സംഭവമുണ്ട്. അപ്പോൾ ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള ഒരു എഫക്ട്സ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് റൈറ്റ് ഓക്കെ ക്ലിക്ക് ചെയ്തിട്ട് സേവ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരുപാട് ടൂൾസിൽ താഴെ കാണിക്കുമല്ലോ, അതിൽ നമ്മൾ ഡ്രോ എന്നൊരു ടൂൾ നമുക്ക് കാണാൻ കഴിയും. ഒക്കെ ഒരു ബ്രഷിൻ്റെ ടൂളൊക്കെ ആയിട്ട്. അപ്പോൾ ആ ഡ്രോ എന്നൊരു ടൂളിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻ കാണാൻ കഴിയും. അതിൽ ഡ്രോ എന്നൊരു ടൂൾ തന്നെ വീണ്ടും സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരുപാട് ടൂൾസ് കാണാൻ കഴിയും. ഇനി നമുക്കിതിൽ കളർ സെലക്ട് ചെയ്യണം. അപ്പോൾ ജസ്റ്റ് സൈഡിലായിട്ടൊരു ബോക്സ് നമുക്ക് കാണാൻ കഴിയും. അവിടെ അപ്പോൾ ബ്ലാക്ക് ആണ്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ബ്ലൂ ആക്കി കൊടുക്കുക. അത് എന്താ വെച്ചാൽ നമ്മൾ ബ്ലൂവും അതുപോലെ തന്നെ റെഡും ആണ് ഇതിലേക്ക് വരേണ്ട കളറ്. അപ്പോൾ അത് ബ്ലൂ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബ്ലൂ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ എന്താ സൈസും കാര്യങ്ങളൊക്കെ, അതായത് ബ്രഷ് ടൂൾ പോയിട്ട് ഇപ്പോൾ കാണുന്നത് പോലെയൊക്കെ സെറ്റ് ചെയ്യുക. സൈസും ഒപ്പാസിറ്റിയൊക്കെ ഫുള്ളിലിട്ടിട്ട് ഹാർഡ്നെസ്സിന് നമുക്ക് ജസ്റ്റ് ഒരു 30-29 ആ റേഞ്ചിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊക്കെ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും വഴിയേ. ഓക്കെ, അപ്പോൾ അത് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഉണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ലൈൻ ഇതുപോലെ ചെയ്ത് കൊടുക്കുക. അതായത് ജസ്റ്റ് ഒരു വരട്ട് കൊടുക്കുക. ഇനി നമ്മൾ താഴെ കാണുന്ന ലെയർ ബട്ടൺ, അതായത് റൈറ്റ് സൈഡിൽ താഴെയായിട്ട് കാണുന്ന ലെയർ ബട്ടണിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇതുപോലെ ഒരുപാട് ഓപ്ഷൻസ് കാണും. അതിൽ സൈഡിലായിട്ട് കാണുന്ന റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ഒരു 3 ഡോട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ ഒരു 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ട്രാൻസ്ഫോം എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഇതൊന്ന് സ്ക്രോൾ ചെയ്തിട്ട് നമുക്ക് ആ സൈസും കാര്യങ്ങളൊന്ന് സെറ്റാക്കി കൊടുക്കുക. അപ്പോൾ അതൊരു സൈഡിലേക്ക് മാത്രമായിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന പോലെ ജസ്റ്റ് ഒന്ന് കാണിക്കുക. അതായത് ജസ്റ്റ് ഒന്ന് ചെയ്ത് വെക്കട്ടോ. ഓക്കെ ചങ്ങായിമാരെ, അപ്പോൾ ആ ഒരു സംഭവം നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സൈഡിലായിട്ട് ആ ഒരു ലെയർ ബട്ടൺ തന്നെ നമുക്ക് പ്ലസ് ഐക്കൺ കാണാൻ കഴിയും. അതിൽ എംപ്റ്റി ലെയർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ലെയർ നമുക്ക് കിട്ടും. ഇനി നമ്മൾ ലെയർ ബട്ടണിൽ തന്നെ വീണ്ടും നെക്കിയിട്ട് നമുക്ക് ബ്രഷ് ടൂൾ എടുക്കുക. ബ്രഷ് ടൂളിന് ഇപ്പുറത്തായി കാണുന്ന കളർ ബട്ടൺ എടുത്തിട്ട് അതിൽ നമ്മൾ ജസ്റ്റ് റെഡാക്കി കൊടുക്കട്ടോ കളർ. ഓക്കെ, എന്നിട്ട് നേരത്തെ ചെയ്ത അതേ പണികൾ തന്നെ വീണ്ടും ചെയ്യുക. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞുതരാം. ഒന്ന് ജസ്റ്റ് ലൈൻ ഇടുക, നമ്മുടെ ലെയർ ബട്ടണിൽ പോവുക, നമ്മൾ 3 ഡോട്ട് സെലക്ട് ചെയ്യുക, ട്രാൻസ്ഫോം കൊടുക്കുക. ജസ്റ്റ് അതൊന്ന് സൈസും കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്തിട്ട് അത് എവിടത്തേറ്റ് വേണമെന്നുള്ളതൊക്കെ നോക്കിയിട്ട് സെറ്റാക്കി ഇടുക. ഓക്കെ, അപ്പോൾ അതും നമ്മൾ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതുപോലെയാണല്ലോ നിങ്ങൾക്ക് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ മെയിനായിട്ട് ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ ലെയർ ബട്ടൺ തന്നെ വീണ്ടും പോവുക. അപ്പോൾ നമ്മൾ ആ 2 വരച്ച ലൈൻ ഉണ്ടല്ലോ, അതായത് ആ 2 ലൈനും ഇട്ട് ആ ലെയർ ഉണ്ടല്ലോ, അതിൽ ഏതെങ്കിലും ലെയർ സെലക്ട് ചെയ്യുക. താഴെ നോർമൽ എന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ കഴിയും. അതും നോർമലിൽ നിന്നും നമ്മൾ ഓവർലേ എന്നുള്ള ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് സേവ് ചെയ്ത് കൊടുക്കുക. ഇനി അതുപോലെ തന്നെ 2 ലെയർ നമ്മൾ ചെയ്ത് കൊടുക്കുക. നോർമൽ എന്നുള്ളത് ഓവർലേ ആക്കിയിട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഒരു പണി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ എന്തെങ്കിലും കളർ ചേഞ്ചും കാര്യങ്ങളൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ അതിൽ ലെയർ ബട്ടൺ തന്നെ വീണ്ടും പോയിട്ട് നമുക്ക് അതിൻ്റെ ഒപ്പാസിറ്റിയും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടാൽ മതി. അപ്പോൾ ഇപ്പോൾ റെഡ് ഒപ്പാസിറ്റി നമ്മൾ കുറയ്ക്കുന്നതിനനുസരിച്ച് അതിൻ്റെ കളർ കാര്യങ്ങൾ കുറയും. അപ്പോൾ അതൊക്കെ നമ്മൾ സെറ്റാക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫോട്ടോ സെറ്റായിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ പണി കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. അതായത് ഈ ഫോട്ടോയുടെ മുഴുവൻ സൈസ് ഫോട്ടോ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. മറ്റേ പറഞ്ഞപ്പോൾ നമ്മുടെ ഫോട്ടോ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫൈനൽ എന്താ ഫോട്ടോ ഒന്ന് കണ്ടു നോക്കണ്ടേ. ജസ്റ്റ് നമുക്ക് ആ ഫോട്ടോ ഒന്ന് കണ്ടു നോക്കാം.
ഓക്കെ, അപ്പം നമ്മുടെ ആ ഒരു ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇനി ഇതുപോലെ തന്നെ നമ്മുടെ 2-3 ഫോട്ടോസ്, നമ്മുടെ ഹീറോസിൻ്റെ 2-3 ഫോട്ടോസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, അപ്പം നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഫോട്ടോയും നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി ഇതുപോലെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഫോട്ടോസ് എഡിറ്റ് ചെയ്തുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ അക്കൗണ്ട് മെൻഷൻ ചെയ്യുക. അപ്പോൾ എൻ്റെ അക്കൗണ്ടിൻ്റെ നെയിം എന്ന് പറയുന്നത് സിനാൻ KZR എന്നാണ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അക്കൗണ്ടിൽ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ പോയിട്ട് നിങ്ങളെല്ലാവരും ഇൻസ്റ്റാഗ്രാം കയറ്റാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നിങ്ങൾ ഫോളോ ചെയ്ത് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എന്നെ ഇതുപോലെ മെൻഷൻ ചെയ്യുക. അപ്പോൾ ഈ ഒരു ഫോട്ടോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്തായാലും എന്നെ മെൻഷൻ ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും ഇതുപോലെ കാണാം കേട്ടോ. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത, അതുപോലെ തന്നെ തൊട്ടടുത്ത ബെല്ലേക്ക് ഒന്ന് എനേബിൾ ചെയ്തെടുക്കുക. അപ്പോൾ ദെൻ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്ന പ്രതീക്ഷയോടുകൂടി ഇറ്റ്സ് മീ സിനാൻ.